ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അതെ, ഇപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ആകെ വിഷമകരമായ ഒരു സംഭവങ്ങളാണ് നടക്കുന്നതെല്ലാം. മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു. ഒരു കുഞ്ഞ് വളർന്നു വരണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുകൾ നമ്മൾ അപ്പനും അമ്മയും എല്ലാം സഹിക്കണം അല്ലേ. അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന മക്കളാണെന്ന് നമ്മളെ അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നാളെ നമ്മുടെ ഗതി എന്താവും എന്നൊന്ന് നമുക്ക് ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ കാലം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ആകെ വിഷമമാണിത് കേൾക്കുമ്പോൾ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേനും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെയും നമ്മുടെ മക്കളിൽ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളിലോ അപ്പനമ്മമാർ ഉള്ള സമയത്ത് നമ്മൾ അവരോട് പറയും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് പറയും, അല്ലെങ്കിൽ നമ്മൾ മക്കളോട് പറയും. പക്ഷേ ഇന്ന് നമുക്ക് ആ ഒരു ആശ്രയവും നഷ്ടപ്പെടുവാണ് അല്ലേ. പല മാതാപിതാക്കൾക്കും ആ ഒരു ആശ്രയവും കൂടെ പല രീതിയിലും നഷ്ടപ്പെടും. ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ആ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ വേറൊന്നുമല്ല, ഒരു അമ്മയെ ഒരു മോൻ വെട്ടിക്കൊന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് ഒരുപാട് ദിവസമായി, എന്നാലും ഞാനങ്ങ് പറയുന്നതാണ്. ഓരോ കാര്യങ്ങളിങ്ങനെ ചിന്തിക്കുമ്പോഴേ പറഞ്ഞു പോയതാണ് കേട്ടോ. എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. പൂച്ച എടാ ഇങ്ങോട്ട് വാടാ. അവനെ രാത്രി എന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ നിന്നെ കാണും. ഇങ്ങോട്ട് നോക്കി ഞാവ് ഞാവ്. അവനെ എടുക്കണമെന്നും അവന് ഇഷ്ടമല്ല. ഇതേ പോയിരിക്കുന്നുണ്ട്. ആര് ടെറസിൽ വന്നാലും അവരെ കൂടെ വരും. ഞാനിപ്പോൾ ടെറസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആര് വന്നാലും അവൻ കൂടെ വരുന്നു. അവൻ്റെ ഹോബിയാണ്. ഇല്ലേ, നീല ഷീറ്റുണ്ടല്ലോ, അതിൻ്റെ മണ്ടയ്ക്ക് ചാടി പോയി കിടക്കും. അപ്പം പിന്നെ വേറെന്താ വിശേഷം? അപ്പം ഇതൊക്കെയാണുള്ളത് കേട്ടോ. മനസ്സിനൊരു സുഖമില്ല, ഒരു സന്തോഷം നമുക്ക് തോന്നണില്ല. ഒരിടത്തും നമുക്കൊരു സന്തോഷമില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്കൊരു സന്തോഷമില്ല. പൊതുസമൂഹത്തിൽ നിന്നും നമുക്കൊരു സന്തോഷത്തിനുള്ളൊരു വകയില്ല. കേൾക്കുന്നതും കാണുന്നതും എല്ലാം നമുക്ക് മാനസികമായിട്ട് വിഷമങ്ങളുണ്ടാക്കുന്നതാണ്. പിന്നെ ഒരു കണക്കിനൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു. സ്വന്തം ജീവിതങ്ങളിലും ഒരു സന്തോഷത്തിനുള്ള സന്തോഷങ്ങൾ കുറവാണ്. അതുപോലെ പൊതുസമൂഹത്തിലിറങ്ങിയാലും അവിടെയും നമുക്ക് വെട്ട്, കുത്ത്, കൊലവിളി എന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എവിടെയും നമുക്കൊരു സന്തോഷിക്കാൻ പറ്റണില്ല. ഇങ്ങോട്ട് ഇറങ്ങിയാലും നമുക്കൊരു സന്തോഷിക്കണവർ സന്തോഷിക്കണുണ്ടാവും. പക്ഷേ എല്ലാവർക്കും ഒന്നും ഇതൊന്നും കേട്ടാൽ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷിക്കാൻ പറ്റില്ല. പിന്നെ പല പല കുടുംബങ്ങളിലുള്ള വിഷമങ്ങൾ. നമ്മുടെ സഹജീവികളല്ലേ എല്ലാവരും മനുഷ്യരാണ്. പാവങ്ങളായാലും പണക്കാരായാലും എല്ലാവരുടെയും ദുഃഖങ്ങൾ ഒരുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് സന്തോഷിക്കാനൊന്നും നമുക്ക് അതൊന്നും കണ്ട് നമ്മളപ്പോൾ ഓർക്കണം എന്താണ്, നമ്മുടെ ദുഃഖം പോലെയല്ലേ മറ്റുള്ളവരുടെ ഒരു പ്രയാസം. അവർക്ക് കാശുണ്ടെങ്കിലും കാശുള്ളവർക്കും ദുഃഖം തന്നെയാണല്ലോ. അപ്പോൾ ഒന്നും നമുക്കൊരു സന്തോഷത്തിനൊരു വക കിട്ടണില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ച്. വേറെ കുക്കിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഇന്നലെ കൊണ്ട് നിർത്തി. ഇനിയിപ്പം കുക്കിങ്ങൊക്കെ ഇനി 1-ാം തീയതി മുതലൊക്കെ ഞാൻ തുടങ്ങത്തുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു ഇതില്ല, കുക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് കുക്കിങ്ങൊക്കെ നിർത്തി വെക്കുവാണ്. നമുക്ക് ആ കുക്കിങ്ങിൽ തന്നെ
ശ്രദ്ധ പുലർത്തി ചെയ്യാൻ പറ്റണില്ല. അതാണ് നമുക്കപ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ കുക്കിംഗ് തന്നെ ചെയ്യുമ്പോൾ അതിൽ തന്നെ നമ്മുടെ ശ്രദ്ധ വയ്ക്കണം. അപ്പോൾ അങ്ങനെയൊന്നും എനിക്കങ്ങനെ ശ്രദ്ധ വയ്ക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് കുക്കിംഗ് ഇനിയിപ്പം ഇന്നലത്തോടുകൂടി ആ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് തൽക്കാലം. ഇനിയിപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് 1.5 ആഴ്ച കഴിഞ്ഞ് 1-ാം തീയതിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നൊരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാനൊരു വ്യക്തിയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ വ്യക്തിയുടെ കമൻറ്റ് ബോക്സിൽ ലൈവ് നടത്തിക്കൊണ്ടിരുന്നപ്പം ഞാൻ ലൈവിൽ ചെന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ. അത് ഞാൻ പിന്നെ പറയാം ആരാന്ന്. അപ്പോൾ എനിക്കതിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ലൈവിൽ ചെന്ന് എപ്പോഴും കമൻ്റ് ഇടും. എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോടും ഭയങ്കര കാര്യമാണ്. അപ്പോൾ എന്നെ പേഴ്സണലി വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പുള്ളിക്കാരത്തി എന്തൊക്കെയാണെന്ന് വെച്ചാൽ വീഡിയോയ്ക്കുള്ള കുറവുകളായിരിക്കാം, എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞ് നീ പേഴ്സണലി എന്നെ വിളിക്ക്, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്കാരത്തിയുടെ ലൈവ് കാണുന്ന ആളാണെങ്കിൽ ഇപ്പം മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഞാൻ അതിനെപ്പോഴും തിരക്കുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഞാനിങ്ങനെ മാറ്റി മാറ്റി വെക്കുകയാണ്. അപ്പം നാളെ ഇനി വിളിക്കാമെന്ന് വിചാരിച്ച്. അപ്പം എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എന്തൊക്കെ വീഡിയോസിന് കുറവുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ തിരുത്തി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു ലൈവിൽ തന്നെ അതിലൊരാൾ പറഞ്ഞു, എന്തോ എൻ്റെ വീഡിയോസിനെ കുറിച്ച് എന്തോ പറഞ്ഞു. പക്ഷെ എനിക്കത് അപ്പോൾ വായിച്ചെങ്കിലും ഞാനത് മറന്നുപോയി. പിന്നെ എൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വലിയ സംസാരിച്ച് വലിയ കഴിവ് നേടിയിട്ടുള്ള ആളല്ല ഞാൻ. സംസാരിച്ച് ഞാൻ ഇപ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണത് തന്നെ. നമ്മൾ ജീവിതത്തിലൊക്കെ നമ്മൾ ഒരുപാട് ഒറ്റപ്പെടലല്ല, ജീവിതം നമ്മൾ പഠിച്ച് ഇപ്പോഴാണ് പഠിച്ച് വരുന്നത്. ഇതുവരെയ്ക്ക് ഒരു 5-6 വർഷമായിട്ടേ ഉള്ളൂ ഞാൻ പോട്ടെ, ഒരു 10 വർഷമായിട്ടേ ഉള്ളൂ നമ്മൾ ജീവിതത്തെ ഒരു ജീവിതമായി കണ്ടത്. അതുവരെ കളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ജീവിതം ഒരു കളി തമാശയിൽ കൂടി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. എന്നുവെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ടത്. പിന്നെ അതിൽ കൂടെ ഒരു കളിതമാശയിൽ കൂടെ തന്നെ മോനെ വളർത്തിയെടുത്തെന്ന് വേണം പറയാൻ. അപ്പോൾ എനിക്ക് ആധികാരികമായിട്ടൊന്നും എനിക്ക് സംസാരിക്കാനൊന്നുമുള്ള കഴിവോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ സംസാരിച്ചുകൊണ്ട് വരുന്ന വിഷയം തന്നെ ചിലപ്പം പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോവും. പിന്നെ അവിടെ വേറെ വിഷയം കൊണ്ടുവന്ന് കയറ്റും. അത് ഈ ഓർമ്മയിൽ വരുമ്പോൾ പെട്ടെന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരുമ്പോഴായിരിക്കും അടുത്ത വിഷയം നമ്മുടെ ഓർമ്മയിൽ വരും. അപ്പോൾ ഇത് മറക്കാതിരിക്കാൻ ആ വിഷയം വിട്ടിട്ട് അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഈ വിഷയം സംസാരിക്കും. അപ്പോൾ അതവിടെ പോകുകയാണ് ചെയ്യണം. അതെനിക്ക് മനസ്സിലാവണുണ്ട്, എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കമൻറ്റുകൾ കണ്ട് ചിലരൊക്കെ പറയുന്നുണ്ട്, ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറയണതെന്ന് മനസ്സിലാവൂല എന്ന്. അത് ശരി തന്നെയാണ്. അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്കറിയില്ല അതെങ്ങനെയാണ് പറഞ്ഞ് ഫലിപ്പിക്കണ്ടേന്ന്. എൻ്റെ ഉള്ളാലെല്ലാം എനിക്ക് പറയണമെന്നുണ്ട്. ഉള്ളിലെല്ലാം പറയണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ പറയണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് വീഡിയോ ഓൺ ആക്കുമ്പോഴത്തേന് എൻ്റെ മൈൻഡിൽ നിന്ന് അതെല്ലാം പോവുകയാണ്. കേട്ടോ, അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. പലരും എന്നോട് പറഞ്ഞു. പക്ഷേ അന്നേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്തേ പറഞ്ഞു, എനിക്കങ്ങനെ ഞാൻ ചെയ്യണ ജോലി സംബന്ധിച്ച് ഞാൻ കുക്കിങ്ങേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ ചെയ്യുള്ളൂ, അങ്ങനെ ഒന്നും പറഞ്ഞല്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാനെല്ലാം ഉൾപ്പെടുത്തും. എനിക്ക് കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നത്. പിന്നെ കുക്കിംഗ് മാത്രമായിട്ടൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കുക്കിംഗ് കിട്ടുവാണെങ്കിൽ അതും കൂടെ നമ്മൾ ചെയ്യും എന്നേ ഉള്ളൂ കേട്ടോ. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്കാണെങ്കിൽ എൻ്റെ ഈ 2 കണ്ണും എനിക്ക് നല്ല പ്രശ്നമാണ്. എനിക്ക് ഫോൺ പോലെ ശരിക്കും കാണില്ല. ഞാൻ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ഈ ഫസ്റ്റ് കണ്ണ്, ഈ വലത്തെ കണ്ണ് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ചൊറിഞ്ഞിട്ട് ഞാനത് ഇതാക്കി. അപ്പോൾ ചൊറിഞ്ഞ് വരുമ്പോൾ പിന്നെ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല. കണ്ണിന് നമ്മുടെ ഒരു കല്ലോ പൊടിയോ ഒക്കെ പോയാൽ എന്തോ കൊണ്ട് കയറുന്ന പോലെ തോന്നത്തില്ലേ, അതുപോലെ കൊണ്ട് കയറില്ലായിരുന്നു. അങ്ങനെ ഞാൻ അഹല്യ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത ഒരു ഹോസ്പിറ്റലുണ്ട്, അതവിടെ പോയി കാണിച്ചു. അവിടെ പോയി കാണിച്ചിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ കയ്യിൽ നിന്ന് പൈസ 1000 രൂപയ്ക്ക് മേളിൽ പൈസ പോയല്ലാതെ എനിക്കതിൽ കുറവോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇത് സ്വാഭാവികമായിട്ട് ആ മരുന്ന് 4 കൂട്ടം മരുന്ന് അവർ തന്നെ.
അപ്പോൾ എനിക്ക് കാഴ്ചയ്ക്കൊന്നും ഒരു കുറവുമില്ല. അവർ തന്ന മരുന്ന് ഞാൻ ഒഴിച്ച് 2 ദിവസം ഞാൻ ഒഴിച്ചു. എൻ്റെ തല മന്ദിച്ചു പോയി. തല മന്ദിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കമേ അങ്ങനെ ഉറക്കം ഉറങ്ങി ഉറക്കം വന്ന് കിറുങ്ങിയിരിക്കണ പോലെ ഞാൻ ഇരുന്നു. പിന്നെ ഞാനത് ഒഴിച്ചില്ല ഒരു ദിവസം. പിന്നെ ഒരു മരുന്ന് മാത്രം ഞാൻ ഇടയ്ക്കിപ്പോൾ ഒഴിക്കുന്നുണ്ട്. പക്ഷെ അത് ഒഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ കണ്ണിൽ നിന്ന് മാറി. ഇതിലിപ്പോൾ പ്രശ്നമൊന്നുമില്ല. ചൊറിച്ചിലോ മറ്റു കാര്യങ്ങളോ കരട് കിടക്കണമല്ലോ ഒന്നുമില്ല. അതിപ്പോൾ മാറിയിട്ട് ഈ കണ്ണിലോട്ടായി. ഇതെനിക്ക് വേദന ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇതിലോട്ടായി കഴിഞ്ഞപ്പോൾ ഈ കണ്ണെനിക്ക് ഭയങ്കര വേദന. ഇന്നെനിക്ക് നല്ല കണ്ണ് വേദനയ്ക്കിച്ചിരിക്കുകയാണ് ഞാൻ. കണ്ണിൻ്റെ വേദന തന്നെ ഈ ഞരമ്പിൻ്റെ ഇവിടെ എല്ലാം എനിക്ക് വേദന, ഇവിടെ എല്ലാം വേദന, ഇവിടെ എല്ലാം വേദന. കണ്ണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല വീർത്തിട്ടിരിക്കുകയാണ് എൻ്റെ കണ്ണ്. അപ്പം ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഞാൻ ഇവിടുത്തെ ഇത് കംപ്ലീറ്റ് ചെയ്ത് പോകാമെന്നൊക്കെ ഉള്ള തീരുമാനത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് വേണം എനിക്ക് വേറെ ഡോക്ടറെ കാണിക്കാൻ. ഇവിടെ കാണിച്ചിട്ട് എനിക്ക് രക്ഷയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കണ്ണിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ നമ്മൾ എന്തെങ്കിലും അപ്പോൾ ഈ വീഡിയോയുടെ ഈ കമൻറ്റിന് മറുപടി പറയാനാണ് ഞാൻ വന്നത്. അപ്പം എനിക്ക് ആധികാരികമായിട്ടൊന്നും സംസാരിക്കാനൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പച്ചയായിട്ടിരുന്ന് സംസാരിക്കണ ഒരാളാണ്. ഞാൻ വലിയ ആക്ടറോ അല്ലെങ്കിൽ വലിയ ബ്ലോഗറോ വലിയ യൂട്യൂബറോ ഒന്നുമല്ല. ഞാനിത് ഇവിടെ പിച്ച വെച്ച് പ്രസവിച്ചിട്ടൊരു കുഞ്ഞിനെ പോലാണ് ആയിട്ടേ ഉള്ളൂ ഞാൻ. എൻ്റെ ചാനൽ നമ്മളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്, നമ്മളെ കണ്ടൻറ്റുകൾ ഇഷ്ടമല്ലാത്തതുകൊണ്ടുമാണല്ലോ നമ്മളാരും സപ്പോർട്ട് ചെയ്യാത്തതുമൊക്കെ. അതൊക്കെ പോട്ടെ, സാരമില്ല, വളരുന്നെങ്കിൽ വളരട്ടെ. ഇനി ഞാൻ അങ്ങനെ മാത്രമേ കണക്കാക്കുന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ പുറകിൽ നമ്മുടെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. എന്നുവെച്ചാൽ എന്നെപ്പോലെയൊക്കെ ഉള്ള വ്യക്തികളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അതിലൊരുപാട് കഷ്ടപ്പാടുണ്ട്. ഞാനിപ്പോൾ ഒരിടത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കണം. അവിടുത്തെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കിച്ചണിലായാലും അങ്ങനെ തന്നെ. എനിക്ക് ചെയ്യേണ്ട ജോലിയല്ല ഇവിടെ കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട ജോലി. പക്ഷെ ഞാനത് ഏറ്റെടുത്ത് എനിക്കൊരു വീഡിയോ ആയി ഇടാനായിട്ടാണ് ഞാൻ അവിടെ പോയി അത് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ എനിക്ക് മാനസികമായിട്ട് വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ചെയ്യാത്ത ജോലി കൂടെ നമ്മൾ കെയർ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ വന്നത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ എന്ന് പറയാനൊക്കെയാണ് വന്നത്. പിന്നെ ഇഷ്ടമുള്ളവർ സബ് ചെയ്യട്ടെ, ഇഷ്ടമുള്ളവർ കാണട്ടെ എന്ന് മാത്രമേ പറയൂ. നമ്മൾ വലിയ യൂട്യൂബറും വലിയ ആരുമല്ല. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവരും കുറവായിരിക്കും. എൻ്റെ വീഡിയോ കണ്ടറിയാം. ഇപ്പോൾ 1 വർഷം ആവാൻ പോകുന്നു. 8 മാസമോ ആയി ഞാൻ വീഡിയോ തുടങ്ങിയിട്ട്. ഇതുവരെ 1000 സബ്ബാണ് എനിക്ക് ആയിട്ടുള്ളൂ. അപ്പം നമ്മളെ എത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എത്രത്തോളം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ഇതിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പം വളരുന്നവർ വളരട്ടെ. അതങ്ങനെ വരുള്ളൂ. ദൈവം ഒരാളെ ഉയർത്തുന്നവരെ ദൈവം വീണ്ടും ഉയർത്തും, താഴ്ത്തുന്നവരെ വീണ്ടും താഴ്ത്തും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ തന്നെ ഒരുപാട് അനുഭവം. അതൊക്കെ നമുക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ എപ്പോഴും താണുകൊണ്ടേയിരിക്കുകയുള്ളൂ. ഉയരുന്നവരെപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കും. അതാരെയും കുറ്റമല്ല, നമ്മുടെ തന്നെ കുറ്റമാണ്. എന്നെ സൃഷ്ടിച്ച ദൈവം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. നമ്മളെ ഈ ഭൂമിയിൽ ജീവിച്ച് തീരണമെന്നായിരിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് ഞാനും ഇപ്പോൾ വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഇതിൻ്റെ പുറകിൽ. ഒരു വീഡിയോ ഇടുന്നതിൻ്റെ പുറകിൽ നമ്മൾ വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളും അല്ല ചെയ്യുന്നത്, ചെയ്തല്ല വീഡിയോ ഇടുന്നത്. പക്ഷേ എന്നാലും അതെടുക്കണം. അതിൻ്റെ പുറകിൽ നമ്മുടെ കാശ്, നമ്മുടെ നെറ്റ്, നമ്മുടെ സമയം, പിന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മളെ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണമല്ല. പേഴ്സണലി ഞാൻ ജോലി ചെയ്യുന്നിടത്ത് അല്ലാത്തടത്ത് ഒക്കെ എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ട്, വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചാണ് എടുക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിൽ വന്നിട്ട് നമുക്കൊരു നിലനിൽപ്പ്, നമുക്കൊരു കാല് ചവിട്ടി ഉറച്ച് നിൽക്കാൻ പറ്റണില്ല, നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റണില്ല. എവിടെ നമ്മൾ 8 മാസമായിട്ട് നമുക്ക് ഇത്ര 1000 പേരാണ് നമ്മളെ സബ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഓർക്കുമ്പോൾ വിഷമമാണ്. സാരമില്ല, പൊക്കോട്ടെ. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ട് വീഡിയോ സബ് ചെയ്യാൽ മതി. അല്ലാതെ നമ്മളിനൊന്നും പറയാൻ പറ്റൂല ആരോടും.
പിന്നെ ഞാനായിട്ട് ആരോടും പേഴ്സണലി എൻ്റെ ആൾക്കാരോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ ഒന്നും ഞാൻ പോയി പറയാറില്ല. നിങ്ങളോട് മാത്രമാണ് ലാസ്റ്റ് പറയുന്നത് എൻ്റെ വീഡിയോ ഒന്ന് സബ് ചെയ്തേക്കണേ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ പേഴ്സണലി ഒരു കടയിലോ ഒരിടത്തും പോയി എൻ്റെ ചാനൽ സബ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് അത് നിങ്ങളൊന്ന് സബ് ചെയ്ത് സഹായിക്കണം അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. അപ്പോൾ അത് പറയാനായിട്ടാണ് വന്നത്. പിന്നെ ഞാൻ വലിയ ക്വാളിറ്റിയും ഒന്നുമുള്ള ആളല്ല. ഞാൻ എങ്ങനെ വീട്ടിൽ നിൽക്കുന്ന അതുപോലെ തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യാൻ നേരമാണ് ഈ കമ്മൽ വരെ ഞാൻ എടുത്തിടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ നിന്ന് വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ല. നമ്മൾ വലിയ സെലിബ്രിറ്റി ആയിട്ടൊന്നും ഇരിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കിടക്കുന്നവരെ. ഉയർത്തുന്നവരെ എപ്പോഴും ഉയർത്തിക്കൊണ്ടേയിരിക്കും, താഴ്ത്തുന്നവരെ താഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അത് പറയാനാണ് വന്നത്. എല്ലാവർക്കും ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.